السلام عليكم ورحمة الله أيها الطلاب الأعزاء مرحبا بكم إلى صف جديد. പ്രിയപ്പെട്ട കുട്ടികളെ 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? മാജിദും അവൻ്റെ ഉപ്പയും മാജിദും അവൻ്റെ ഉപ്പയും കൂടെ ലോകകപ്പ് കാണാൻ വേണ്ടിയിട്ട് എവിടെ എത്തി? ഖത്തറിലെത്തി അല്ലേ? ഖത്തറിലെത്തിയതിന് ശേഷം അവരൊരു ഫുന്ദക്കിൽ ഒരു ഹോട്ടലിൽ റൂമൊക്കെ എടുത്തു. അങ്ങനെ അവർ റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം മാജിദും അവൻ്റെ കൂട്ടുകാരനും തമ്മിൽ നടക്കുന്ന ഒരു ചാറ്റിംഗ് ആയിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അങ്ങനെ ആ ചാറ്റിങ്ങിനൊക്കെ ശേഷം മാജിദും അവൻ്റെ ഉപ്പയും കൂടെ എങ്ങോട്ട് പോയി? കളിയൊക്കെ കാണാൻ വേണ്ടി പോയി. കളി കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തേക്കിറങ്ങി അല്ലേ? പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാന്നല്ലേ? ആ പോകുന്ന സമയത്ത് അവരുടെ ഉപ്പ പറയുന്നുണ്ട്, മാജിദിൻ്റെ ഉപ്പ പറയുന്നുണ്ട്, ഇവിടെ എന്താണ്, നല്ല തണുപ്പാണ് അല്ലേ? ഹുന ബർദുൻ ഷദീദ്, ഇവിടെ നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 സുത്ര വാങ്ങിക്കാം അല്ലെ, 2 ജാക്കറ്റ് വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാജിദും അവൻ്റെ ഉപ്പയും കൂടെ ഒരു ടെക്സ്റ്റൈൽസിൽ പോവുകയാണ് കേട്ടോ, സുത്ര വാങ്ങിക്കാൻ, ജാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവരെങ്ങോട്ട് പോയി? ഇലൽ അഖ്മിഷ അല്ലേ? അഖ്മിഷ എന്ന് നമ്മൾ ടെക്സ്റ്റൈൽസിന് പറയാം കേട്ടോ. എന്താണ് പറയുക? അഖ്മിഷ. അങ്ങനെ അവർ 2 പേരും കൂടെ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് അവിടെ വെച്ചിട്ടുള്ളതായ ഒരു ഹിവാറാണ്, അതായത് മാജിദും അവിടുത്തെ സെയിൽസ്മാനും തമ്മിൽ നടക്കുന്നതായ ഒരു കോൺവെർസേഷനാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. നമുക്കിത് നോക്കിയാലോ? ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത പേജ് നോക്കാം. പേജ് നമ്പർ 12 വരുന്നത് കേട്ടോ. ദഖല മാജിദുൻ വ അബൂഹു മഹല്ലൽ അഖ്മിഷ. മാജിദ് ദഖല, മമാന ദഖല പ്രവേശിച്ചു അല്ലേ? മാജിദ് പ്രവേശിച്ചു. വ അബൂഹു അവൻ്റെ ഉപ്പയും എങ്ങോട്ടാണ്? ഇലാ ഐൻ മഹല്ലൽ അഖ്മിഷ, ടെക്സ്റ്റൈൽസിലേക്ക് അല്ലേ? ടെക്സ്റ്റൈൽസിലേക്ക് മാജിദും അവൻ്റെ ഉപ്പയും കൂടെ പ്രവേശിച്ചു. അങ്ങനെ അവിടെ കയറിയ സമയത്ത് മമാന സെയിൽസ്മാനാണ് ബയ്യ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അവിടെ ആ സെയിൽസ്മാനും മാജിദും തമ്മിൽ നടക്കുന്ന കോൺവെർസേഷൻ, ആ ഒരു ഹിവാർ ഒന്ന് നമുക്ക് ആദ്യം വായിച്ചു നോക്കാം. അൽ ബയ്യ അഹ്ലൻ വസഹ്ലൻ മാദാ തുരീദ്. മാജിദ് മിൻ ഫദ്ലിക് നുരീദ് സുത്രതൈൻ. അൽ ബയ്യ ഹാദിഹി സുത്രത്തുൻ ജമീല വസ്യറുഹാ മഅഖൂലൻ. മാജിദ് أيوة نفضل هذه. البياع حسنا الفاتورة تفضل. അഹ്ലൻ വസഹ്ലൻ. എന്താണ് അഹ്ലൻ വസഹ്ലൻ? വെൽക്കം അല്ലേ? കടയിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് സെയിൽസ്മാൻ എന്ത് ചെയ്യാണ്? മാജിദിനെയും പിതാവിനെയും വെൽക്കം ചെയ്യാണ് അല്ലേ? വെൽക്കം ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? അഹ്ലൻ വസഹ്ലൻ. മാദാ തുരീദ്, എന്നിട്ട് ചോദിക്കുകയാണ്, മാദാ തുരീദ്, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, അഥവാ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നാണ് കേട്ടോ. മാദാ തുരീദ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ്. മാജിദ് പറയാണ് മിൻ ഫദ്ലിക്, മിൻ ഫദ്ലിക് പ്ലീസ് എന്നാണ് അല്ലേ? പ്ലീസ്. നുരീദു സുത്രതൈൻ. തുരീദു നീ ഉദ്ദേശിക്കുക, നുരീദു ഞങ്ങൾ ഉദ്ദേശിക്കുക. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? സുത്രതൈൻ. 2 ജാക്കറ്റുകളാണ്. ജാക്കറ്റ്. സുത്രതൈൻ എന്ന് പറയുമ്പോഴോ 2 ജാക്കറ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 ജാക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ബയ്യ, ആ സെയിൽസ്മാൻ പറയാണ്, ഹാദിഹി സുത്രത്തുൻ ജമീല. ഹാദിഹി ഇത് അല്ല, ഇതെന്താണ്? സുത്രത്തുൻ ജമീല, നല്ല ഭംഗിയുള്ള ജാക്കറ്റാണ്, ബ്യൂട്ടിഫുൾ ജാക്കറ്റ് അല്ലേ? സുത്രത്തുൻ ജമീല, നല്ല ഭംഗിയുള്ള ജാക്കറ്റാണ്. സ്യറ് പ്രൈസാണ്, വില അല്ലെ? അതിൻ്റെ പ്രൈസും തന്നെ എന്താണ്? മഅഖൂല് റീസണബിൾ പ്രൈസിനാണ് മഅഖൂൽ എന്ന് പറയാം കേട്ടോ. അതായത് ന്യായമായ വില അല്ലേ? റേറ്റൊന്നും കൂടുതലില്ല, നല്ല ന്യായമായ വിലയിലുള്ള ഒരു ജാക്കറ്റ് ആകുന്നു ഇത് എന്നാണ് പറയുന്നത്. മാജിദ് പറയാണ് ഐവ അതെ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഐവ സാധാരണ അറബികളൊക്കെ സംസാരിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന പ്രയോഗമാണ് ഐവ എന്ന് പറയുന്നത്. നുഫല്ലിലു ഹാദിഹി എന്താണ്? ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു അല്ലേ? നുഫല്ലിലു ഹാദിഹി, ഞങ്ങളിത് എടുക്കാം എന്നാണ്. വീണ്ടും അൽ ബയ്യ, അപ്പോൾ സെയിൽസ്മാൻ പറയാണ് ഹസനൻ, ഗുഡ് അല്ലേ? ഗുഡ്. എന്നിട്ട് അൽ ഫാത്തൂറ, മമാന ഫാത്തൂറ ബില്ലാണ്, ബില്ലിനാണ് എന്തെന്ന് പറയുന്നത്? ഫാത്തൂറ. അൽ ഫാത്തൂറ തഫല്ലൽ, ബില്ലിത എന്നാണ് പറയുന്നത് കേട്ടോ. ബില്ലിത വാങ്ങിക്കൂ എന്നാണ് പറയുന്നത്.
അങ്ങനെ ആ ഒരു ഹിവാർ അവിടെ അവസാനിക്കുകയാണ്. അപ്പം നമ്മളിതിൽ കുറച്ച് കലിമാത്തു തഹ്ദീബിയകൾ പഠിച്ചു അല്ലേ. എന്താണ് കലിമാത്തു തഹ്ദീബിയ? നമ്മൾ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഔപചാരികമായിട്ടുള്ള ചില വാക്കുകൾക്കാണ് നമ്മൾ കലിമാത്തു തഹ്ദീബിയ എന്ന് പറയുന്നത്. ടീച്ചർ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം അല്ലേ, സ്വബാഹൽ ഖൈർ, സ്വബാഹൻ നൂർ, മസാ അൽ ഖൈർ, മസാ അൻ നൂർ, അഹ്ലൻ വസഹ്ലൻ, തഫല്ലൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധാരണ സംസാരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദങ്ങൾക്കാണ് കലിമാത്തു തഹ്ദീബിയ എന്ന് പറയുന്നത് അല്ലേ. പിന്നെ താഴെ നമുക്ക് കൊടുത്തിട്ടുള്ളൊരു ആക്ടിവിറ്റി നോക്കാം. നഖറഉ അൽ ജുമല വനുതബ്ബിഖു മിൻ ഫളിക വതഫല്ലൽ എന്നാണ് അല്ലേ. അതായത് താഴെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് വായിച്ചിട്ട് വനുതബ്ബിഖു, നമുക്കവിടെ എന്താണ് നുതബ്ബിഖു അപ്ലൈ ചെയ്യുക എന്നർത്ഥം, അതായത് അവിടെ പ്രയോഗിക്കുക എന്നാണ് കേട്ടോ. മിൻ ഫളിക വതഫല്ലൽ, അതായത് അവിടുത്തെ സാഹചര്യത്തിനോട് യോജിക്കുന്ന രീതിയിൽ മിൻ ഫളിക എന്നോ അല്ലെങ്കിൽ തഫല്ലൽ എന്നോ നമ്മൾ എന്ത് ചെയ്യാനാണ്, അവിടെ പ്രയോഗിക്കാനാണ്. നമുക്കറിയാം നമ്മളൊരാളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്താണ് നമ്മൾ ഏത് ഉപയോഗിക്കുന്നത്, മിൻ ഫളിക എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. ഇനി നമ്മളൊരാൾക്ക് എന്തെങ്കിലും നൽകുകയാണ് എങ്കിൽ, എന്തെങ്കിലുമൊക്കെ നൽകുന്ന സമയത്താണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരാൾ ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് കടന്നു വരുന്ന സമയത്തൊക്കെ നമ്മൾ അവരോട് എന്താണ് പറയുക, അത്തരം സന്ദർഭത്തിലേക്കാണ് നമ്മൾ തഫല്ലൽ എന്ന് ഉപയോഗിക്കുക അല്ലേ. അപ്പോൾ ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും നൽകുകയാണ്, അപ്പോൾ നമ്മളിത് വാങ്ങിക്കൂ എന്നൊക്കെ പറയാനാണെങ്കിൽ ഏതാണ് ഉപയോഗിക്കുക, തഫല്ലൽ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. യഖ്തറബൽ മുസാഫിറു മിനസ്സായിഖി വഖാല. യഖ്തറബൽ മുസാഫിറു, യഖ്തറബ അടുക്ക എന്നാണ് കേട്ടോ, അടുത്ത് നിൽക്കുക. യഖ്തറബൽ മുസാഫിറു, മുസാഫിർ യാത്രക്കാരനാണ് അല്ലേ. യാത്രക്കാരൻ അടുത്ത് നിന്നു. മിനസ്സായിഖി, മനസ്സായിഖ് ഡ്രൈവർക്കാണ് സായിഖ് എന്ന് പറയുന്നത്. അപ്പം ഡ്രൈവറുടെ അടുത്തേക്ക് യാത്രക്കാരൻ ചെന്നു. എന്നിട്ട് പറയാണ് വഖാല, എന്നിട്ട് അദ്ദേഹം പറയാണ് ഡേഷ് ഉരീദു സയ്യാറ. എന്താണ് ഡേഷ് ഉരീദു സയ്യാറ, എനിക്കൊരു കാറ് വേണം. എങ്ങനെ ചോദിക്കും, മിൻ ഫളിക് അല്ലേ, മിൻ ഫളിക് ഉരീദു സയ്യാറ, മിൻ ഫളിക് ഉരീദു സയ്യാറ എന്നാണ് പറയുക കേട്ടോ. പിന്നെ കാലത്ത് നെജ്മ, നെജ്മ പറഞ്ഞു ലിസ്വദീഖിഹ, അവളുടെ കൂട്ടുകാരിയോട്. കാലത്ത് നെജ്മ, നെജ്മ പറഞ്ഞു ലിസ്വദീഖിഹ, അവളുടെ കൂട്ടുകാരിയോട് പറയാണ് ഡേഷ് ഉരീദു കലമൻ, എനിക്കൊരു പേന വേണം, ഞാനൊരു പേന ഉദ്ദേശിക്കുന്നു, എനിക്കൊരു പേന വേണം എന്നാണ്. അപ്പോഴും എന്തായിരിക്കും ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരാളോട് കാര്യം ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത്തരം സന്ദർഭത്തിലേക്ക് നമ്മൾ ഏതാണ് ഉപയോഗിക്കുക, മിൻ ഫളിക് എന്നാണ് അല്ലേ. ഇവിടെയും എന്തുതന്നെയായിരിക്കും, മിൻ ഫളിക് ഉരീദു കലമൻ അല്ലേ, മിൻ ഫളിക് ഉരീദു കലമൻ. ഇനി അടുത്തത് നോക്കാം. കാലത്ത് മുവല്ലിഫത്തുൽ ഇസ്തിഖ്ബാൽ, ആരാണ് മുവല്ലിഫത്തുൽ ഇസ്തിഖ്ബാൽ, റിസപ്ഷനിസ്റ്റിനാണ് നമ്മൾ മുവല്ലിഫത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറയുന്നത് അല്ലേ. അവിടെ ഒരു ലേഡി ആയതുകൊണ്ടാണ്, ഒരു പെണ്ണായതുകൊണ്ടാണ് നമ്മൾ മുവല്ലിഫത്തുൽ ഇസ്തിഖ്ബാൽ എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ മുവല്ലിഫുൽ ഇസ്തിഖ്ബാൽ എന്നാണ് പറയുക. അപ്പം അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറയാണ് അൽ മിഫ്താഹ് അല്ലേ. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾ ഹോട്ടലിൽ റൂം എടുക്കായിരിക്കും. അപ്പോൾ അയാൾക്ക് കീ നൽകുന്ന സമയത്ത്, ചാവി കൊടുക്കുന്ന സമയത്ത് റിസപ്ഷനിസ്റ്റ് എന്താണ് പറയുന്നത്, അൽ മിഫ്താഹ് അല്ലേ, കീ ഇതാ. അപ്പോൾ ഇങ്ങനെയാണ് അൽ മിഫ്താഹ് തഫല്ലൽ അല്ലേ, തഫല്ലൽ ഇത് വാങ്ങിക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. അൽ മിഫ്താഹ് തഫല്ലൽ, ഇതാ കീ എന്നുള്ള അർത്ഥത്തിലാണ് തഫല്ലൽ എന്നിവിടെ വരുന്നത്. യഖ്തറബൻ നാദിലും മിനൽ മുഹന്ദിസി വഖാല. അടുത്തത് നോക്കൂ. യഖ്തറബൻ നാദിലു, മമാന നാദിൽ, നാദിൽ ആരാണ്, നാദിൽ വെയിറ്റർ ആണ് കേട്ടോ. ഹോട്ടലിലെ വെയിറ്റർക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, നാദിൽ എന്ന് പറയുന്നത്. അപ്പം നാദിലെ യഖ്തറബൻ നാദിലു, ഹോട്ടലിലെ വെയിറ്റർ എന്താണ്, അടുത്ത് നിന്നു അല്ലേ. മിനൽ മുഹന്ദിസി, ആരുടെ അടുത്തേക്ക് ചെന്നു, മുഹന്ദിസ് എഞ്ചിനീയറാണ് അല്ലേ. അവിടെ നമുക്ക് ഒരു വെയിറ്ററെയും ഒരു എഞ്ചിനീയറെയും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അവർ ഫുഡ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം എന്താണ്, വഖാല വെയിറ്റർ പറയാണ് അൽഫാറ്റൂറ. അൽഫാറ്റൂറ നേരത്തെ വന്ന വാക്കാണ്, എന്തായിരുന്നു ഫാറ്റൂറ, ബില്ല് അല്ലേ. ബില്ല് തഫല്ലൽ, ഇതാ ബില്ല്, ഇതാ ബില്ല് വാങ്ങിക്കൂ എന്നാണ് പറയുന്നത്. നമ്മളൊക്കെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ വെയിറ്റർ നമുക്ക് ബില്ല് കൊണ്ട് തരുമല്ലോ. അപ്പം അത്തരം സന്ദർഭത്തിൽ അറബിയിൽ എന്താണ് പറയുക, അൽഫാറ്റൂറ തഫല്ലൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി അടുത്തത് നോക്കാം. ഇസ്തദന ത്വാലിബു ബിദ്ദുഖൂൽ.
ഒരു വിദ്യാർത്ഥി ക്ലാസ്സിൽ പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറോട് അധ്യാപകനോട് പെർമിഷൻ ചോദിക്കുകയാണ് അല്ലേ. ഇസ്തദന തോലിബു വിദ്യാർത്ഥി അനുവാദം ചോദിക്കുന്നു ബിദ്ദുഖൂൽ ക്ലാസ്സിൽ പ്രവേശിക്കുവാൻ എന്നാണ്. ഫഖാലൽ മുദരിസ് ആ സമയത്ത് അധ്യാപകൻ പറയാണ് എന്തായിരിക്കും, മേ കമിൻ സാർ അല്ലേ, ഞാൻ ക്ലാസ്സിൽ കയറട്ടെ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അധ്യാപകൻ എന്താ പറയുക, യെസ് അല്ലേ. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, തഫല്ലൽ അല്ലേ, തഫല്ലൽ വരൂ. ഫഖാലൽ മുദരിസു തഫല്ലൽ. ഇനി അടുത്തത് നോക്കാം. ഖദ്ദമത്ത് മുഅല്ലഫത്തു ത്വയ്റാൻ ബിതാഖത്തു സ്സുഊദി ലിൽ മുസാഫിർ വഖാലത്ത് ബിതാഖത്തു സ്സുഊദ്. ഖദ്ദമത്ത് മുഅല്ലഫത്തു ത്വയ്റാൻ. മുഅല്ലഫത്തു ത്വയ്റാൻ ഫ്ലൈറ്റ് അറ്റൻഡർക്കാണ് നമ്മൾ മുഅല്ലഫത്തു ത്വയ്റാൻ എന്ന് പറയുന്നത്. അതായത് ഏവിയേഷൻ ഉദ്യോഗസ്ഥ അല്ലേ. അവിടെ മുഅല്ലഫത്ത് ഉദ്യോഗസ്ഥ ലേഡി ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ആ ഒരു ഏവിയേഷൻ ഉദ്യോഗസ്ഥ അവിടുത്തെ ജോലിക്കാരി നൽകുകയാണ് എന്ത്, ബിതാഖത്തു സ്സുഊദ്. എന്താണ് ബിതാഖത്തു സ്സുഊദ്, പുതിയൊരു വാക്കാണ് അല്ലേ. ബോർഡിംഗ് പാസിനാണ് ബിതാഖത്തു സ്സുഊദ് എന്ന് പറയുന്നത് കേട്ടോ, ബോർഡിംഗ് പാസ്. ഇലൽ മുസാഫിർ ആർക്കാണ് നൽകുന്നത്, യാത്രക്കാരന് ബോർഡിംഗ് പാസ് നൽകുകയാണ്. വക്കാലത്ത് നൽകുന്ന സമയത്ത് അവൾ പറയാണ് ബിതാഖത്തു സ്സുഊദ് അല്ലേ, ബോർഡിംഗ് പാസ് എന്തായിരിക്കും, തഫല്ലൽ ഇതാ വാങ്ങിക്കോ, ഇതാ നിങ്ങളുടെ ബോർഡിംഗ് പാസ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എവിടേക്കാണ് തഫല്ലൽ അതുപോലെ തന്നെ മിൻ ഫദ്ലിക് എപ്പോഴൊക്കെയാണ് പ്രയോഗിക്കേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്കതിൻ്റെ ബാക്കി നോക്കാം അല്ലേ. അതിൻ്റെ താഴെ നമുക്ക് മാജിദ് അതുപോലെ തന്നെ അവൻ്റെ ഉപ്പയും തമ്മിൽ നടക്കുന്ന ചെറിയൊരു സംസാരമുണ്ട്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അൽ വാലിദ് അവൻ്റെ ഉപ്പ, അതായത് മാജിദിൻ്റെ ഉപ്പ പറയാണ്, ബുനയ്യ കലാമുക ബിൽ അറബിയ നഫഅന കസീറൻ വ അന അഫ്തഖിറു ബിക്. മാജിദ് هذا ما اكتسبته في المدرسة يا أبي. الوالد حقا أنت البطل في سفرنا هذا. എന്താണ് ഉപ്പ പറയുന്നത്, ബുനയ്യ ബുനയ്യ അല്ലയോ മകനെ അല്ലേ, മകനെ മോനെ, കലാമുക ബിൽ അറബിയ നിൻ്റെ അറബിയിലുള്ള സംസാരം, കലാമ് സംസാരം, കലാമുക നിൻ്റെ സംസാരം അല്ല, ബിൽ അറബിയ എങ്ങനെയുള്ള അറബിയിലുള്ള നിൻ്റെ സംസാരം, നഫഅന നഫ ഉപകാരപ്പെടുക, നഫഅന നമുക്ക് ഉപകാരപ്പെട്ടു എന്നാണ് കേട്ടോ. നഫഅന കസീറൻ നമുക്ക് ധാരാളം ഉപകാരപ്പെട്ടു എന്നാണ്, നന്നായിട്ട് ഉപകാരപ്പെട്ടു എന്നാണ്. വ അന അഫ്തഖിറു ബിക് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അഫ്തഖിറു ബിക് നമ്മുടെ പാഠത്തിലെ ഹെഡിങ് അതായിരുന്നില്ലേ, നിന്നെയോർത്ത് ഞാൻ അഭിമാനിക്കുന്നു, ഐ പ്രൗഡ് ഓഫ് യു അല്ലേ, ഞാൻ നിന്നെയോർത്ത് അഭിമാനിക്കുന്നു എന്നാണ്. മാജിദ് പറയാണ് ഹാദ ഇത് അല്ല, ഈ അറബിയിലുള്ള സംസാരം എന്ന് പറയുന്നത് എന്താണ്, മക്തസബ്തുഹു മക്തസബ്തുഹു ഇക്തസബ സമ്പാദിക്കുക അല്ലേ, സമ്പാദിക്കുക എന്നാണ്. ഇക്തസബ്തു ഞാൻ സമ്പാദിച്ചത്, ഹു എന്ത് ആ സംസാരം ഞാൻ ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ ആ ഒരു സംസാരിക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടിയത് എവിടെ നിന്നാണ്, ഫിൽ മദ്രസ സ്കൂളിൽ നിന്നാണ് എന്നാണ്. യാ അബി ഉപ്പ ഇങ്ങനെ സംസാരിക്കുവാനുള്ള ഒരു കഴിവ് ഞാൻ നേടിയെടുത്തത് എവിടെ നിന്നാണ്, സ്കൂളിൽ നിന്നാണ് എന്നാണ് പറയുന്നത്. അൽ വാലിദ് അപ്പോൾ ഉപ്പ പറയാണ് ഹക്കൻ സത്യം അതെ അല്ലേ, അൻതൽ ബത്തുലു ഫീ സഫരിന ഹാദ നീയാണ് എന്ത്, ഹക്കൻ നമുക്ക് തീർച്ചയായും എന്നൊക്കെ അർത്ഥം പറയാം കേട്ടോ. തീർച്ചയായും അൻതൽ ബത്തൽ നീയാണ് ഹീറോ, ബത്തൽ ഹീറോയാണല്ലേ, താരം. ഫീ സഫരിന ഹാദ നമ്മുടെ ഈ യാത്രയിലെ, സഫർ റിഹ്ല യാത്ര, നമ്മുടെ ഈ യാത്രയിലെ ഹീറോ ആരാണ്, നീയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം എന്ത് ചെയ്യാണ്, അഭിനന്ദിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് താഴെ വരുന്ന ആ ഒരു 2 പാരഗ്രാഫും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. تذكر ماجد فوائد دراسة اللغة العربية. عزم على تعلم اللغة العربية في المراحل الدراسية العليا حبا وشغفا. مضت الأيام وحان وقت العودة. رجع ماجد مع أبيه من قطر. النفس تأبى والقلب يمتلئ بذكريات جميلة. أثناء الرجوع أبدى ماجد لأبيه رغبته في دراسة العربية، فوافق الأب وقال طيب يا ماجد، شغفك بكرة القدم مع شوقك إلى اللاعب المفضل أوصلك إلى قطر. الآن ترجع معجبا باللغة العربية أكثر مما قبل. ടീച്ചർ വായിച്ചത് എല്ലാവരും കേട്ടല്ലോ, നിങ്ങളും ഇതുപോലെ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്നിട്ട് നമുക്കതിൻ്റെ ആശയം നോക്കാം. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ആശയം നോക്കിയാലോ.
തെദക്കിറ മാജിദ് അല്ലേ, തെദക്കിറ മമാന തെദക്കിറ ഓർക്കുക എന്നാണ് കേട്ടോ. തെദക്കിറ ഓർത്തു. ആര് ഓർത്തു? മാജിദ് അല്ലേ, തെദക്കിറ മാജിദ്, മാജിദ് ഓർത്തു. ഫവായിദ, ഫവായിദ് ഫായിദത്തുൻ ജംആണ് ഫവായിദ്, പ്രയോജനങ്ങൾ, ഉപകാരങ്ങൾ എന്നൊക്കെയാണ് അർത്ഥം. ഫവായിദ ദിറാസത്തിൽ ലോകത്തിൽ അറബിയ, ദിറാസത്ത് പഠിക്കുക അല്ലെ, സ്റ്റഡി ചെയ്യുക. അപ്പോൾ അറബി ഭാഷ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മാജിദ് ഓർത്തു എന്നാണ്. അസമ, അസമ തീരുമാനിച്ചു. അങ്ങനെ അസമ അലാ തഅല്ലുമിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷ പഠിക്കുവാൻ അവൻ തീരുമാനിച്ചു എന്നാണ് കേട്ടോ. അസമ അലാ തഅല്ലും, തഅല്ലുമ് പഠിക്കാം, തഅല്ലുമിൽ ലോകത്തിൽ അറബിയ, അറബി ഭാഷ പഠിക്കുവാൻ തീരുമാനിച്ചു. ഫിൽ മറാഹിൽ ദിറാസിയ അൽ ഉൽയ, മർഹലത്ത് എന്നതിൻ്റെ ആണ് മറാഹിൽ എന്ന് പറയുന്നത്. ഘട്ടങ്ങൾ, സ്റ്റേജുകൾ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അവൻ്റെ പഠന ഘട്ടങ്ങളിൽ അൽ ഉൽയ ഉയർന്ന, അപ്പോൾ അവൻ്റെ ഹയർ സ്റ്റഡീസ് അല്ലേ, അവൻ്റെ ഇനിയുള്ള ഉയർന്ന പഠനത്തിലൊക്കെ തന്നെ അറബി ഭാഷ പഠിക്കുവാൻ അവൻ തീരുമാനിച്ചു എന്നാണ്. ഹുബ്ബൻ, ഹുബ് സ്നേഹം അല്ലേ, ഇഷ്ടം, ഇഷ്ടത്തോട് കൂടിയിട്ടും. ഷഅഫൻ, ഷഅഫ് നമ്മൾ പാഷനൊക്കെയാണ് ഷഅഫ് എന്ന് പറയുക അല്ലേ, ഒരു എന്താ പറയുക, ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം അല്ലേ, ഒരു അഭിനിവേശം എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു അറബി ഭാഷ പഠിക്കുക എന്നതൊരു പാഷനായിട്ട് എടുക്കുക അല്ലെ, ഒരു നല്ല ഇഷ്ടത്തോട് കൂടിയിട്ട് പഠിക്കുവാനൊക്കെ അവൻ തീരുമാനിച്ചു എന്നാണ്. അങ്ങനെ മലച്ചുൽ അയ്യാം, മല കഴിഞ്ഞു പോയി. അൽ അയ്യാം യോമിൻ ആണെന്ത്, അയ്യാം അല്ലേ, ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി. വഹാന വഖ്തുൽ ഔദ, വഹാനിൽ വഖ്തുൽ ഔദ, ഹാന ആയിത്തീറൽ, ആകാറായി എന്നാണ് കേട്ടോ. വഖ്തുൽ ഔദ അവർക്ക് മടങ്ങുവാനുള്ള സമയം. എവിടെയാണ് ഇപ്പം മാജിദും പിതാവും ഉള്ളത്? ഖത്തറിലാണ് അല്ലേ. അങ്ങനെ അവർക്ക് മടങ്ങുവാനുള്ള സമയമാകാറായി എന്നാണ്. ഔദത്ത് മടക്കം, അപ്പോൾ മടങ്ങുവാനുള്ള സമയമാകാറായി. അങ്ങനെ റജ മാജിദ്, മാജിദ് മടങ്ങി, റജ മടങ്ങി. മാ അബീഹി അവൻ്റെ ഉപ്പയോടൊപ്പം. മിൻ ഖത്തർ എവിടെ നിന്ന്? ഖത്തറിൽ നിന്ന് അല്ലേ. അന്നഫ്സു തഅബ, അങ്ങനെ അവൻ അവിടെ നിന്ന് മടങ്ങുന്ന സമയത്ത് അന്നഫ്സു അവൻ്റെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്? തഅബ അല്ലേ, അതിങ്ങനെ അവനെ അവിടെ നിന്ന് മടങ്ങുന്നതിൽ നിന്നും തഅബ എന്ന് പറഞ്ഞാൽ വിസമ്മതിക്കുക അല്ലേ, പോവാൻ സമ്മതിക്കാതിരിക്കുക. മനസ്സുകൊണ്ട് അവൻ എന്തില്ല, അവിടെ നിന്ന് മടങ്ങുവാനൊരു ആഗ്രഹവുമില്ല. അതാണ് കേട്ടോ അന്നഫ്സു തഅബ. വൽ ഖൽബു അവൻ്റെ ഹൃദയം, യംതലിഉ അത് ഇംതല നിറക്കുക അല്ല, നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ദിക്രിയാത്തിൻ ജമീല, ദിക്രിയാത്ത് ഓർമ്മകളാണ് അല്ലേ. ദിക്രിയാത്തിൻ ജമീല നല്ല നല്ല ഓർമ്മകൾ കൊണ്ട് അവൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് അവിടുന്ന് മടങ്ങുവാൻ എന്തില്ല, ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നാണ്. അങ്ങനെ അസ്ന അർറുജൂഇ, അസ്ന എന്ന് പറഞ്ഞാൽ ഇടയിൽ, ബൈന എന്നാണ് അർത്ഥം അല്ലേ. അസ്ന അർറുജൂഇ മടങ്ങുക, അവിടുന്ന് മടങ്ങുന്നതിനിടയിൽ. അബ്ദ മാജിദ്, അബ്ദ, അബ്ദ എന്ന് പറഞ്ഞാൽ പ്രകടമാക്കുക, വെളിവാക്കുക എന്നൊക്കെയാണ് അർത്ഥം കേട്ടോ. അങ്ങനെ അബ്ദ മാജിദ്, മാജിദ് എന്ത് ചെയ്തു? അവൻ വെളിവാക്കി, അവൻ പ്രകടമാക്കി. ലി അബീഹി അവൻ്റെ ഉപ്പയോട് എന്താണ് പ്രകടമാക്കിയത്? റഅബതഹു അവൻ്റെ ആഗ്രഹം, റഅബത്ത് ആഗ്രഹം, അവൻ്റെ ആഗ്രഹം പ്രകടമാക്കി എന്നാണ്. എന്തിനുള്ള ആഗ്രഹമാണ്? ഫി ദിറാസത്തിൽ അറബിയ അറബി പഠിക്കുവാനുള്ള അവൻ്റെ ആഗ്രഹം അവൻ എന്ത് ചെയ്തു? ആ യാത്രക്കിടയിൽ അല്ലെ, അവിടുന്ന് മടങ്ങുന്നതിനിടയിൽ അവൻ്റെ ഉപ്പയോട് പ്രകടമാക്കി എന്നാണ്. അങ്ങനെ അത് പറഞ്ഞ സമയത്ത് ഫവാഫഖൽ അബു, വാഫഖ യോജിച്ചു, വാഫഖ യോജിച്ചു. അൽ അബു ഉപ്പ എന്ത് ചെയ്തു? അവൻ്റെ ആ ഒരു ആഗ്രഹത്തോട് യോജിച്ചു എന്നാണ്. വഖാല എന്നിട്ട് പറയാണ് ത്വയ്യിബിയ മാജിദ്, ത്വയ്യിബിയ മാജിദ് അല്ലേ, നല്ല കാര്യമാണ് മാജിദേ എന്നാണ് പറയുന്നത്. ഷഅഫുക ബിഖുറത്തിൽ ഖദം, നിൻ്റെ ഷഅഫുക നിൻ്റെ ആഗ്രഹം, നിൻ്റെ പാഷൻ അല്ലേ, നിൻ്റെ ആ ഒരു ആഗ്രഹം. ബിഖുറത്തിൽ ഖദം എന്തിനോടുള്ള? ഫുട്ബോളിനോടുള്ള നിൻ്റെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ആ ഷൗഖിക ഇലല്ലാഇബിൽ മുഫല്ലൽ, ഷൗഖ് എന്ന് പറഞ്ഞാലും ആഗ്രഹം എന്ന് തന്നെയാണ് അർത്ഥം, ഇഷ്ടം, ആഗ്രഹം എന്നൊക്കെയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഷൗഖിക നിൻ്റെ ആഗ്രഹവും ഇലല്ലാഇബി ആര്?
നിൻ്റെ ആ ഇഷ്ടപ്പെട്ട ലാഇബുൽ മുഫല്ലൽ ആ ഇഷ്ടതാരത്തിനോടുള്ള ഇഷ്ടപ്പെട്ട കളിക്കാരനോടുള്ള നിൻ്റെ ഒരു ആഗ്രഹവും ഔസ്വലക്ക അത് നിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് എത്തിച്ചു കളഞ്ഞു. ഔസ്വല എത്തിച്ചു കളഞ്ഞു. ഇലാ ഖത്തർ നിന്നെ ഖത്തറിൽ വരെ എത്തിച്ചു കളഞ്ഞു എന്നാണ്. അൽ ആൻ ഇപ്പോൾ, അൽ ആൻ ഇപ്പോൾ, തർജിഉ നീ അവിടെ നിന്നും മടങ്ങുന്നത് എങ്ങനെയാണ്? മുഅജബൻ ബിൽ ലുഗത്തിൽ അറബിയ്യ അറബി ഭാഷയെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അറബി ഭാഷയെ മുഅജബ് ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക അല്ലേ. അക്തറ മിമ്മാ ഖബൽ മുമ്പത്തേക്കാളും കൂടുതൽ, അക്തറ മിമ്മാ ഖബൽ മുമ്പ് നീ എത്രയാണ് അറബി ഭാഷയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതൽ അറബി ഭാഷയെ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ നീ അവിടുന്ന് മടങ്ങുന്നത് എന്നാണ് അവൻ്റെ ഉപ്പ പറയുന്നത്. ഇതോടുകൂടി ടീച്ചർ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.